ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഫിസിക്സിലെ പ്രവൃത്തി, ഊർജം, പവർ ആണ് നോക്കുന്നത് കേട്ടോ. പ്രവൃത്തി, ഊർജം, പവർ. പ്രവൃത്തിയാണ് ആദ്യം നോക്കുന്നത്. ഏതാണ്? പ്രവൃത്തിയാണ് ആദ്യം നോക്കുന്നത്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിന്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലോട്ട് ഒരു സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രവൃത്തി. അതായത് ഇവിടെ ഇരിക്കുന്ന വസ്തുവിനെ ഞാൻ അടുത്ത് അങ്ങോട്ട് നീക്കി വെച്ചാൽ അതിന് എന്തുണ്ടായി? ഒരു സ്ഥാനമാറ്റം ഉണ്ടായി. അപ്പോഴല്ലേ അവിടെ പ്രവൃത്തി ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ അല്ലെങ്കിൽ ജൂള്. ന്യൂട്ടൺ അല്ലെങ്കിൽ ജൂള്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് കേട്ടോ പ്രവൃത്തിയുടെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയെ W=F(s) എന്ന് പറയാം. എന്താണ്? അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് എസ് സ്ഥാനാന്തരം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ W=F(s) എന്ന് പറഞ്ഞൂടെ? നമ്മൾ മൊത്തം ചെയ്ത പ്രവൃത്തി അതിനൊന്നുണ്ടായ സ്ഥാനാന്തരം F(s). 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. എന്താണ്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് എന്തുണ്ടായി? സ്ഥാനാന്തരം ഉണ്ടായി. അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ ബലം പിടിച്ച ദിശയിലോട്ട് അതിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ നമ്മൾ ചെയ്ത ബലം എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി തറ ചെയ്ത ബലം എന്താണ്? തറ അതിനെ അങ്ങോട്ട് പിടിക്കാനല്ലേ ശ്രമിച്ചത്, പക്ഷെ അങ്ങോട്ട് പോയില്ല. അപ്പൊ തറ ചെയ്തത് എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വസ്തുവിനെ ഞാൻ ഇങ്ങനെ ഉയർത്തിയപ്പോഴത്തേക്ക് അത് ഉയർന്നു വന്നു. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവും. ഈ തറ ചെയ്ത പ്രവൃത്തി എന്താണ്? നെഗറ്റീവും ആണ്. ഓക്കെ അല്ലേ? ഇനി ഒരു വസ്തുവിനെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ ഉയരം എപ്പോഴും h എന്നല്ലേ എടുക്കണം. അപ്പൊ h മീറ്റർ. ഒരു വസ്തുവിനെ മുകളിലേക്ക്, അതായത് h മീറ്റർ ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് mgh എന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ h മീറ്റർ മുകളിലോട്ട് എന്ത് ചെയ്യാണ്? ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തുമ്പോഴത്തേക്കും ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=mgh. ഇനി ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടൺ മീറ്റർ ആണ്? 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ =1 ന്യൂട്ടൺ മീറ്റർ. ഒരു ജൂൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ടാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു? 1 ന്യൂട്ടൺ മീറ്റർ. ഇനി ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു? 1 വാട്ട്. ഒരു കുതിരശക്തിയാണ് എന്ത്? 746 വാട്ട്. അപ്പൊ ഒരു കുതിരശക്തി എത്രയാണ്? 746 വാട്ട്. 1 കിലോ വാട്ട് എത്ര വാട്ടാണ്? 1 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എത്രയാണ് കണക്കാക്കണം? 1000. അപ്പൊ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. ഇനി 1 മെഗാ വാട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁶ വാട്ടാണ്. 1 മെഗാവാട്ട് എത്രയാണ്? 10⁻�6 വാട്ടാണ്. അപ്പൊ 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? 1 ന്യൂട്ടൺ മീറ്റർ. ഇനി 1 ജൂൾ പെർ സെക്കൻഡ് ആണെങ്കിലോ 1 വാട്ട്. ഇനി ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ട്. 1 കിലോ വാട്ട് 1000 വാട്ട്. 1 മെഗാവാട്ട് 10⁻6 വാട്ട്. കിട്ടിയോ? ഇനി നമ്മൾ പ്രവൃത്തി കഴിഞ്ഞ് ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. അടുത്ത ഊർജ്ജമാണ്. ഊർജ്ജം. അപ്പൊ പ്രവൃത്തി നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സ്ഥാനത്തിന്, ഒരു വസ്തുവിന് എന്താണ് നമ്മൾ ബലം പ്രയോഗിക്കുമ്പോഴത്തേക്ക് ആ ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. W=F(s) എന്ന് നമുക്ക് പറയാം. അടുത്ത ഊർജം ചെയ്യാനുള്ള നമ്മൾ ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യൂലേ, ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഊർജം വേണം. അതിനെയാണ് എന്ന് പറയുന്നത് ഊർജം. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഊർജം. അപ്പൊ പ്രവൃത്തി വെറുതെ ഇരിക്കുന്ന ഒരു വസ്തു പൊങ്ങി വരുമോ? ഇല്ല. നമ്മൾ എന്താണ്? ഊർജം ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് ഏത് തന്നെയാണ്? ജൂൾ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. ജൂളിനെ നമുക്ക് J എന്ന് സൂചിപ്പിക്കാം കേട്ടോ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. ഇനി ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാലോ? CGS എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. 1 വാട്ട് അവർ എത്രയാണെന്ന് അറിയാമോ? 1 വാട്ട് അവർ 3600 ജൂളാണ്. 1 വാട്ട് അവർ എത്രയാണ്? 3600 ജൂളാണ്. 1 വാട്ട് അവർ എത്രയാണ്? 3600 ജൂളാണ്. എന്ത്? 1 വാട്ട് അവർ. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണെന്ന് അറിയാമോ? 10⁻⁷ എർഗാണ് എന്ത്?
എന്ത് ഒരു ജൂൾ. ഒരു ജൂൾ ഈസ് ഈക്വൽ ടു എത്ര എർഗാണെന്ന് ചോദിച്ചാൽ 10⁻⁷ എർഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം. ഊർജത്തിന്റെ യൂണിറ്റിനെ എങ്ങനെ പറയാം? ജൂള്. ഇനി ഈ എന്താണ് ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. ഇനി ഒരു ജൂൾ എന്ന് വെച്ചാൽ എത്ര എർഗാണ്? 10⁻⁷ എർഗ്. 10⁻⁷ എർഗ്. ഒരു മെഗാവാട്ട് എത്രയാണ് നമ്മൾ പറഞ്ഞു? 10⁻⁶. ഒരു മെഗാവാട്ട് 10⁻⁶ വാട്ടാണ്. ഓക്കെ. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ് ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന്? നല്ല യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഊർജ്ജം ഉള്ളത്. അപ്പൊ തോമസ് യങ്. ആരാണ്? തോമസ് യങ്. അപ്പൊ ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? തോമസ് യങ്. യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നല്ല ഊർജ്ജം ഉള്ളതെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാരാണ്? തോമസ് യങ്. അങ്ങനെയാണെങ്കിൽ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഊർജ സംരക്ഷണ നിയമം അല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമം ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസ് സംരക്ഷണ നിയമം പറഞ്ഞല്ലേ, അത് ആരായിരുന്നു? ലാവോസിയ. ആരാണ് മാസ് സംരക്ഷണ നിയമം? ലാവോസിയ. അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജൂളിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ എർഗാണ്. ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണ്? എർഗാണ്. ഈ ഊർജം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് തോമസ് യങ്. എന്നാൽ ഊർജ സംരക്ഷണ നിയമം കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിയാം സ്ഥിതികോർജം ഉണ്ട്, ഗതികോർജം ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് സ്ഥിതികോർജം? സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന സ്ഥിതികോർജം. ഗതികോർജം ആണെങ്കിൽ ചലനം കൊണ്ട് ലഭിക്കുന്നതാണ് ഗതികോർജം. അപ്പൊ സ്ഥിതികോർജം ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് എപ്പോഴും തരുന്ന ഒരു സാധനമാണ്, നമ്മൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടോ കുറയോ? നമ്മളൊരു കല്ലെടുത്ത് ഭയങ്കര മുകളിലോട്ട് എറിഞ്ഞ്, അപ്പോഴത്തേക്ക് സ്ഥിതികോർജം കൂടോ കുറയോ? നമുക്ക് എപ്പോഴും തെറ്റും. നമ്മളിങ്ങനെ മുകളിലോട്ട് എറിയുമ്പോഴത്തേക്കും ആ കല്ല് അവിടെ ചെന്ന് നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് തിരിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ സ്ഥിതികോർജം എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജം എന്ത് ചെയ്യും? കൂടും. ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജത്തിൽ എന്ത് സംഭവിക്കുന്നു? ഊർജം കൂടുന്നു. ആ തെറ്റരുത്. നമ്മൾ വിചാരിക്കും ആ മുകളിലോട്ട് പോവല് ചലിക്കല് അതിന് കുറയൊന്നല്ല. ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് എന്ത് ഊർജ്ജമാണുള്ളത്? സ്ഥിതികോർജം. ഒരു അതായത് എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് കിട്ടുന്നതാണ് എന്ത്? സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം. സ്ഥിതികോർജത്തിന് നമുക്ക് എന്താണ് അതിന്റെ ഇക്വേഷൻ? mgh. U is equal to mgh എന്ന് പറയുന്നത്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അല്ലേ, പിണ്ഡം. G എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണം. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം. അപ്പോ U is equal to mgh എന്നാണ് നമ്മൾ പറയുന്നത്. U is equal to mgh. അങ്ങനെയാണെങ്കിൽ സ്ഥിതികോർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. ഊർജ്ജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. അപ്പൊ സ്ഥിതികോർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാലും ജൂള്. ഇത് മറക്കരുത്. mgh. എന്താണ്? mgh. അപ്പൊ സ്ഥിതികോർജം കിട്ടിയല്ലോ. ഇനി ഗതികോർജം. ഒരു വസ്തുവിന് എന്തുകൊണ്ട് ലഭിക്കുന്നതാണ്? ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. ചലനം കൊണ്ട് ലഭിക്കുന്നതാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ്, ഇതിലെല്ലാം എന്താണ്? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജമാണ്. അതെന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളിലുള്ള ഊർജ്ജം ഏതാണ്? ഗതികോർജം. M മാസുള്ള ഒരു വസ്തു v പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജം. അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഹാഫ് mv സ്ക്വയർ. അവിടെ m എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്. v എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾ ചലിക്കുമ്പോഴല്ലേ നമുക്ക് ഗതികോർജം കിട്ടുള്ളൂ. അപ്പൊ ചലനം കൊണ്ട് ലഭിക്കുന്നതാണ് എന്ത്? നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ പ്രവേഗം എന്ന് പറയും അല്ലേ? ചലിച്ചാലേ പ്രവേഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ m മാസുള്ള വസ്തു v പ്രവേഗത്തോടെ ചലിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഇക്വേഷൻ എടുക്കുന്നത്. എന്താണ്? k is equal to half mv സ്ക്വയർ. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം, ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രവേഗത്തിനെ ഞാൻ ഇരട്ടിയാക്കി എങ്കിൽ എന്റെ ഗതികോർജം എത്ര മടങ്ങാവും? 1 മിനിറ്റ്. പ്രവേഗം 4 ഇരട്ടിയാവും. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എത്രയാവും? 4 ഇരട്ടിയാവും. ഓക്കെ അല്ലേ? അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം 4 ഇരട്ടിയാകും. വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടും. ഗതികോർജം എന്തെയും കൂടും. ഇനി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും?
കുറയും. രണ്ടും കൂടി കൂടോ? ഇല്ല. അപ്പൊ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? കൂടോന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജം എന്ത് ചെയ്യും? കുറയും. എന്നാൽ അതിന്റെ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുന്നുണ്ടെന്ന്? കൂടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രവൃത്തി എന്നത് എന്താണ്? പ്രവൃത്തി എന്ന് ചോദിച്ചാൽ പ്രവൃത്തി എന്നത് ഗതികോർജ്ജത്തിൽ ഉണ്ടായ മാറ്റത്തിന് തുല്യമായി വരുന്നതാണ്. എടാ, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതികോർജ്ജം അല്ലേ? ചലിക്കുമ്പോഴല്ലേ പ്രവൃത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രവൃത്തിയും ഗതികോർജ്ജത്തിന്റെയും മാറ്റം സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? അത്രേ ഉള്ളൂ. പ്രവൃത്തി എന്നത് ഗതികോർജ്ജത്തിൽ ഉണ്ടായ മാറ്റത്തിന് തുല്യമായി വരുന്നതാണ് എന്ത്? പ്രവൃത്തി. അപ്പൊ ഇനി ഈ ഗതികോർജ്ജം എന്തളവാണ്? സദിശമാണോ അദിശമാണോ എന്ന് ചോദിച്ചാൽ അത് അദിശ അളവാണ് കേട്ടോ. ഗതികോർജ്ജം എന്താണ്? അദിശ അളവാണ്. അപ്പൊ സദിശമുണ്ട് അദിശമുണ്ട്. ദിശ പറയാൻ പറ്റിയ അതിന് സദിശമെന്നും പറയും, പറയാൻ പറ്റിയില്ലെങ്കിൽ അദിശമെന്നും പറയും. അപ്പൊ ഗതികോർജ്ജം എന്താണ്? അതൊരു അദിശ അളവാണ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ജൂൾ. ജൂൾ തന്നെയാണ്. ഇനി എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം? ആരാണ് കൊണ്ടുവന്ന ഊർജ്ജ സംരക്ഷണ നിയമം? ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്താണത്? ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് ഊർജ്ജം, നമ്മൾ പറയും വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറിയെന്ന് പറയും? പ്രകാശോർജ്ജം, താപോർജ്ജം. അപ്പൊ ഒരു ഊർജ്ജത്തെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാനേ കഴിയുള്ളൂ. അപ്പൊ ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ്. ഇതാണ് എന്ത്? ഊർജ്ജ സംരക്ഷണ നിയമം. ആര് കണ്ടെത്തി? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ അല്ലേ? ഇനി ഊർജ്ജത്തിന്റെ ഉറവിടങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഉറവിടം, ഊർജ്ജം എവിടെ നിന്ന് കിട്ടുക? അത് ഇന്ധനങ്ങളാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഊർജ്ജത്തിന്റെ ഉറവിടം ആരാണ്? സൂര്യനാണ്. ഇത് നമ്മൾ ഇന്ധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇന്ധനം. കത്തുമ്പോൾ താപം എന്ത് ചെയ്യും? പുറത്തു വരും അല്ലേ? അതിനാണ് എന്തെന്ന് പറയുന്നത്? ഇന്ധനം എന്ന് പറയുന്നത്. ഖര ഇന്ധനങ്ങളാണ് വിറക്, കൽക്കരി. ഇതൊക്കെ അതൊക്കെ കത്തുമ്പോൾ എന്ത് വരും? താപം വരും, പ്രകാശം വരും, എല്ലാം വരും. അപ്പോൾ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറകും കൽക്കരി. ദ്രാവക ഇന്ധനമാണെങ്കിൽ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ. ഇതെല്ലാം എന്താണ്? ദ്രാവക ഇന്ധനങ്ങളാണ്. ഇതൊക്കെ അറിയാന്നുള്ളതല്ലേ? ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? പെട്രോളിയത്തിൽ നിന്നാണ്. ഈ പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? വേർതിരിച്ച് എടുക്കുന്നത്. പെട്രോളിയത്തിൽ നിന്നാണ് ദ്രാവക ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കുന്നത്. ഇനി വാതക ഇന്ധനം ഉണ്ടല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്? എന്താണ്? LPG. പിന്നെ എന്തുണ്ട്? CNG. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഹൈഡ്രജൻ. LPG, CNG, ഹൈഡ്രജൻ. ഇതൊക്കെ എന്താണ്? വാതക ഇന്ധനങ്ങളാണ്. അപ്പൊ ഖര ഇന്ധനങ്ങൾക്ക് ഏതൊക്കെ പറയാം? തടി, മരം, കൽക്കരി. ഇതൊക്കെ എന്താണ്? ഖര ഇന്ധനങ്ങളാണ്. ദ്രാവകമാണെങ്കിൽ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ. വാതക ഇന്ധനമാണെങ്കിൽ LPG, CNG, ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ. ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ജ്വലനം കേട്ടോ. ജ്വലനം അതായത് ഒരു ഇന്ധനം, ആ ഒരു ഇന്ധനം കത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഊർജം പുറത്തു വരും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജ്വലനം. എപ്പോഴാണ് ഊർജം പുറത്തു വരുന്നത്? ജ്വലിക്കുമ്പോഴാണ് അതിനകത്ത് എന്ത് വരുന്നത്? ഊർജം പുറത്തു വരുന്നത്. അങ്ങനെ ജ്വലിക്കണമെങ്കിൽ ഒരു വാതകത്തിന്റെ സാന്നിധ്യം എവിടെ വേണം? ഏതാണത്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. അപ്പൊ ജ്വലനത്തിന് സഹായിക്കുന്നത് ഏതാണ്? ഓക്സിജൻ. നമ്മളെ പണ്ട് നമ്മളെ അടുപ്പൊക്കെ ഉണ്ടെങ്കിലേ അതിൽ തീയത്തേക്ക് നമ്മൾ ഊതുമ്പം കത്തൂലേ? അപ്പൊ നമ്മളിന്ന് പുറത്തു വരുന്നതാണ് നമ്മൾ ഓക്സിജൻ ഉണ്ടല്ലോ. അങ്ങനെ കിട്ടാത്തവർക്ക് ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, എങ്കിലും മനുഷ്യ ഏറ്റവും കൂടുതൽ ശ്വസിക്കുന്നത് കുറച്ച് തിങ്ങിക്കൂട്ടി ഓക്സിജൻ കിട്ടും. അതാണ് ഓക്സിജന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കത്തുന്നത്. ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ആരാണ്? സൂര്യനാണ്. സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. ആരാണ്? ഹാൻസ് ബേത്ത്. അപ്പോ സൂര്യനിൽ ഇങ്ങനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി ആദ്യമായിട്ട് വിശദീകരണം കൊടുത്ത ആളാണ് ആര്? ഹാൻസ് ബേത്ത്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സൗരോർജ്ജമാണ് കേട്ടോ. കൃത്രിമ ഉപഗ്രഹങ്ങള്, ബഹിരാകാശ വാഹനം, ഇതിന്റെയൊക്കെ മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? സൗരോർജ്ജം. ഇനി പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഏത്? പുനഃസ്ഥാപിക്കാൻ നമുക്ക് പറ്റും. സൗരോർജ്ജം, ബയോഗ്യാസ്, ജലം, ജൈവപിണ്ഡം. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനഃസ്ഥാപിക്കാൻ പറ്റും. എന്നാൽ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതാണ് എന്ത്? കൽക്കരി, പെട്രോളിയം, മണ്ണെണ്ണ, ഡീസൽ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പുനഃസ്ഥാപിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പ്രവൃത്തി കഴിഞ്ഞു. അടുത്ത ഏതാണ്? പവർ. എന്താണ്? പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ.
യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് എന്തെന്ന് പറയുന്നത് പവർ. ഒരു യൂണിറ്റ് സമയത്തിൽ നമ്മൾ എത്ര പ്രവൃത്തി ചെയ്തു അതിനെയാണ് നമ്മുടെ എന്തായിട്ട് പറയുന്നത് പവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ 1 മിനിറ്റ് കൊണ്ട് 5 പ്രവൃത്തി ചെയ്തു, അപ്പൊ എന്റെ പവർ എത്രയാണ് 5. അപ്പോൾ ഒരു യൂണിറ്റ് സമയത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് എന്ത് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് ഡൺ ബൈ ടൈം. നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് പവർ ഈസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ ടി, അതായത് W/T, പ്രവൃത്തി ഡിവൈഡ് ബൈ സമയം W/T. പ്രവൃത്തി ഈസ് ഈക്വൽ ടു അല്ല പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടി എന്ന് നമ്മൾ പണ്ടേ പറയും W/T, വർക്ക് ബൈ ടി. ഇതിന്റെ യൂണിറ്റ് എന്താണ് ജൂള്. ജൂള് നമ്മള് പ്രവൃത്തി ഊർജം പവർ ഏതാണ് അതിന്റെ യൂണിറ്റ് ജൂൾ. ജൂൾ. അടുത്ത് പവറിന്റെ ഒരു മെക്കാനിക്കൽ യൂണിറ്റ് ഉണ്ട്, ഏതാണ് നമ്മൾ നേരത്തെ അത് പറഞ്ഞു 746 വാട്ട്. എന്താണ് അതെന്താണ് 746 എന്ന് പറഞ്ഞാൽ എന്താണ് കുതിരശക്തി. അപ്പോ പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണ് കുതിരശക്തി. പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണ് കുതിരശക്തി. ഒരു കുതിരശക്തി എത്രയാണ് 46 എന്ത് 746 വാട്ട്. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് ഒരു കുതിരശക്തി. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി 1 കിലോ വാട്ട് എത്രയാണ്? നമ്മൾ നേരത്തെ 1 കിലോ വാട്ട് എത്രയാണ് നമ്മൾ പറഞ്ഞു 1000 വാട്ട്. അങ്ങനെയാണെങ്കിൽ 1 കിലോ വാട്ട് അവർ എത്രയാണ് 3600 ജൂൾ. 1 കിലോ വാട്ട് അവർ എത്രയാണെന്ന് ചോദിച്ചാൽ 3 ലക്ഷം അല്ല 36 5 ഉണ്ട് കേട്ടോ. 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ 3600 ജൂൾ എന്ന് പറഞ്ഞു 1 കിലോ വാട്ട് കണ്ടോ ഇവിടെ എനിക്ക് പറഞ്ഞു തന്നു. അത് 1 വാട്ടവർ. 1 കിലോ വാട്ടവർ അല്ല 1 വാട്ടവർ. അതാണ് ഞാൻ നോക്കിയ അത് 1 വാട്ടവർ. ഇത് 1 കിലോ വാട്ടവർ. അതിനോട് അപ്പൊ 1000 കൊണ്ടും കൂടെ എന്ത് ചെയ്യണം 1 വാട്ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എന്ന് പറഞ്ഞു 3600. അപ്പൊ കിലോ വാട്ടാകുമ്പോ അതിന് 1000 കൊണ്ട് എന്ത് ചെയ്യണം പിന്നെ 5 പൂജ്യം. അപ്പൊ അതിന് എന്ത് ചെയ്യണം 3600 ഓൾറെഡി 2 പൂജ്യം ഉണ്ട്. ഇനി ഒരു 1000 കൊണ്ട് തന്നെ ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3 പൂജ്യം കൂടെ വരൂലേ. അപ്പൊ 1 വാട്ടവർ എന്ന് പറഞ്ഞാൽ 3600. കിലോ വാട്ടവർ എന്ന് പറയുമ്പോൾ 3 പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇനി വൈദ്യുത ബില്ലുകളിൽ വൈദ്യുത ഉപഭോഗം കിലോ വാട്ട് അവറിലാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ വൈദ്യുത ബില്ലില് വൈദ്യുത ഉപഭോഗം എങ്ങനെയാണ് കിലോ വാട്ടവർ യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. വൈദ്യുത ഉപകരണങ്ങളായ ബൾബ്, ഹീറ്ററുകൾ, ഫ്രിഡ്ജ് തുടങ്ങിയവയിൽ വാട്ട് എന്ന യൂണിറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വാട്ട് എന്ന യൂണിറ്റ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ വൈദ്യുത ഉപകരണങ്ങളായ ബൾബ്, ഹീറ്റർ, ഫ്രിഡ്ജ് ഇതിലൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട് വാട്ട് എന്ന യൂണിറ്റിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട്. വൈദ്യുത ബില്ലുകളിൽ വൈദ്യുത ഉപഭോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ വാട്ട് അവർ ആണ് ഉപയോഗിക്കുന്നത്. യൂണിറ്റിൽ നമ്മൾ കണക്കാക്കുന്നത് അതാണ്. ഓക്കെ അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചാൽ 2 m അതായത് സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ്. അപ്പൊ നമുക്ക് അവിടെ എഫ് തന്നിട്ടുണ്ട് 10 ന്യൂട്ടനാണ്. നമ്മുടെ എന്താണ് എഫ് നമുക്ക് 10 ന്യൂട്ടനാണ് തന്നിട്ടുണ്ട്. എസ് നമുക്ക് സ്ഥാനാന്തരം തന്നിട്ടുണ്ട് 2 m ആണെന്ന്. അപ്പൊ നമുക്ക് ഡബ്ല്യു എങ്ങനെ കണ്ടുപിടിക്കാം എഫ് ഇൻറ്റു എസ് അങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലുള്ള അതുപോലെ MGH പ്രവൃത്തി കാണാനുള്ളതും ഉണ്ട്. പിന്നെ നമ്മുടെ ഗതികോർജത്തിന്റെയും സ്ഥിതികോർജത്തിന്റെയും ഒക്കെ കണക്ക് വരാറുണ്ട്. MGH അതുപോലെ ½ mv² ഒക്കെ വെച്ചിട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രവൃത്തി ഊർജ്ജം പവറിനെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. സിമ്പിൾ ഒരു ടോപ്പിക്കാണ് പ്രവൃത്തി ഊർജ്ജം പവർ. പക്ഷെ പവർഫുൾ ആണ്. അതിലെ മാത്സ് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിനകത്തുനിന്ന് യൂണിറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് ചോദിച്ചാൽ നമ്മൾ തെറ്റിക്കുന്ന സാധനമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക 2-3 പ്രാവശ്യം വീഡിയോ ഒക്കെ ആയിട്ട് സെറ്റാക്കി പഠിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ എടുത്ത് എന്ത് ചെയ്യുക ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ ബൈ.